ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. യാത്രാ വിവരണം എഴുതാം. മൈസൂരിലേക്കൊരു യാത്ര. 2024 ഏപ്രിൽ 25 ഞാനും എൻ്റെ ബന്ധുക്കളും ഒരുമിച്ച് മൈസൂരിലേക്ക് യാത്ര പോവാൻ തീരുമാനിച്ചു. 2 ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തത്. വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് കുളിച്ച് ഫ്രഷായി ഞങ്ങളുടെ ബസ് 5 മണിക്ക് മൈസൂർ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. മുത്തങ്ങ, ബന്ദിപ്പൂർ വനമേഖലയിലൂടെയുള്ള യാത്ര മാൻകൂട്ടങ്ങളും മയിലും കാട്ടുപോത്തുമൊക്കെ കണ്ണിനു വിരുന്നേകി. ഗുണ്ടൽപേട്ടിലേക്ക് ബസ് നീങ്ങിത്തുടങ്ങി. ഗുണ്ടൽപേട്ടിലെ പൂപ്പാടങ്ങളിൽ പൂക്കൾ വിരിഞ്ഞിറങ്ങിയിരുന്നു. ചെണ്ടുമല്ലിയും ജമന്തിയും അവയ്ക്കിടയിൽ നിറഞ്ഞിരുന്നു. ഫോട്ടോ എടുക്കുന്നവർ കൂടുതലും മലയാളികൾ തന്നെ. പഴയ രാജനഗരമായ മൈസൂരിലെ കെട്ടിടങ്ങൾക്കും രാജകീയ പ്രൗഢിയുണ്ട്. രാജഭരണകാലത്തെ കെട്ടിടങ്ങളിലാണ് സർക്കാർ ഓഫീസുകൾ പലതും പ്രവർത്തിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രമായതിനാൽ തിരക്കാർന്ന നഗരമാണ് മൈസൂർ. ബസ്സിറങ്ങി സ്റ്റാൻഡിന് അധികം ദൂരെയല്ലാത്ത ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. യാത്രാക്ഷീണം കാരണം ഞങ്ങൾ ചെറുമയക്കത്തിലായി. ഉച്ചഭക്ഷണം റൂമിൽ വരുത്തി കഴിച്ചു. കാഴ്ചകൾ കാണാനിറങ്ങി. ആദ്യം മൃഗശാലയിൽ പോകണം. ഞങ്ങൾ വാശി പിടിച്ചു. കാണാനുള്ള കൗതുകമാവാം. മൈസൂർ മൃഗശാലയിലെത്തുമ്പോൾ സമയം 2:15. പ്രധാന കവാടവും കടന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ തിരക്കുള്ള വരിയിൽ നിന്ന് ടിക്കറ്റുമെടുത്ത് വിശാലമായ മൃഗശാലയുടെ കാഴ്ചകളിലേക്ക്. പക്ഷികളുടെ സങ്കേതത്തിലേക്കാണ് ആദ്യം പ്രവേശിക്കുന്നത്. വിവിധ തരം പക്ഷികൾ, പീലി വിടർത്തിയാടുന്ന മയിൽ നൃത്തം എത്ര സുന്ദരം! വെളുത്ത മയിലും കൊക്കുകളും വേയാമ്പലും ഒട്ടകപ്പക്ഷിയും, ഇങ്ങനെ ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലേതടക്കം ഒട്ടുമിക്ക പക്ഷികളെയും കാണാനായി. സിംഹം, കടുവ, പുലി, ജിറാഫ്, കണ്ടാമൃഗം, സീബ്ര, ഒട്ടകം, ആഫ്രിക്കൻ ആനകൾ, ചിമ്പാൻസി, ഗോറില്ല ഉൾപ്പെടെയുള്ള കുരങ്ങുവർഗ്ഗങ്ങൾ, മുതല, ചീങ്കണ്ണി, ആമ, അങ്ങനെ പലതരം കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. അനാകൊണ്ട ഉൾപ്പെടെയുള്ള ഉരകവർഗ്ഗങ്ങൾ, ഇങ്ങനെ 1450ഓളം വിഭാഗത്തിലുള്ള ജന്തുവർഗ്ഗങ്ങളും 25ഓളം രാജ്യങ്ങളിൽ നിന്നായി 168ഓളം സ്പീഷീസിലുള്ള പക്ഷിവർഗ്ഗങ്ങളും ഇവിടെയുണ്ട്. ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്നറിയപ്പെടുന്ന ഈ മൃഗശാല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും പ്രസിദ്ധവുമായ മൃഗശാലകളിൽ ഒന്നാണ്. 157 ഏക്കറിൽ ഇന്നത് വ്യാപിച്ചു കിടക്കുന്നു. പ്ലാസ്റ്റിക് വിമുക്തമായി നല്ല രീതിയിൽ ഇവിടം പരിപാലിക്കപ്പെടുന്നു. നിശ്ചിത ഫീസ് അടച്ചാൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ സഞ്ചാരികളെ കാഴ്ചകൾ കാണിച്ചു തരും. പക്ഷേ നടന്നു തന്നെ കാഴ്ചകൾ കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. ജീവനക്കാരൻ പേര് വിളിക്കുമ്പോൾ അടുത്തുവരുന്ന നീർനായ കൗതുകമുണർത്തി. നടന്നു കാഴ്ചകൾ കാണുന്ന സഞ്ചാരികൾക്കായി പലയിടങ്ങളിലും ശുദ്ധജല വിതരണ കേന്ദ്രങ്ങളുണ്ട്. മൃഗശാലയിൽ നിന്നും ഇറങ്ങിയ ഞങ്ങൾ നേരെ പോയത് മൈസൂർ പാലസിലേക്കാണ്. താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണിത്. രാത്രിയിൽ 1,00,000 ബൾബുകൾ ഒന്നിച്ച് പല വർണ്ണങ്ങളായി കാണുന്നത് തന്നെ ഒരു ഗംഭീര കാഴ്ചയാണ്. മൈസൂർ ദസറയുടെ പ്രധാന വേദിയാണ് ഈ കൊട്ടാരം. രാജാ രവിവർമ്മയുടെ ഒരുപാട് ചിത്രങ്ങൾ ഇവിടുന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. മൈസൂർ പാലസിലെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട ശേഷം ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് ഞങ്ങളെല്ലാവരും റൂമിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പോയത് വൃന്ദാവൻ ഗാർഡനിലേക്കാണ്. വൃന്ദാവനിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അതിമനോഹരമായ കാഴ്ചയാണ്. അതിലെ പൂക്കളും ചെടികളും ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു. ഞങ്ങളിൽ പലരും അവിടെ നിന്നും ഫോട്ടോ എടുത്തു. വൈകുന്നേരം അവിടെ വെള്ളത്തിൻ്റെ മ്യൂസിക് ഡാൻസ് കാണാൻ കഴിയുമെന്ന് അവിടെയുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞു. ഇതിന് സമീപത്ത് തന്നെയാണ് കൃഷ്ണരാജസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. 60 ഏക്കറിലായി പരന്നു കിടക്കുന്നതാണ് വൃന്ദാവൻ ഉദ്യാനം. ഇതിന് സമീപത്തായുള്ള തടാകത്തിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യവുമുണ്ട്. ഞങ്ങളിൽ പലരും ബോട്ടിൽ കയറി. അതെല്ലാം മറക്കാനാവാത്ത അനുഭവങ്ങളായിരുന്നു. ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. 2 ദിവസത്തെ മൈസൂർ യാത്ര മറക്കാനാവാത്ത വിസ്മയമായിരുന്നു. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട്
ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.